സംഭരണത്തിലെ പ്രതിസന്ധിയിൽ ന്യൂസ് മലയാളം നൽകിയ വാർത്തയിൽ കൃഷിമന്ത്രിക്ക് പിന്നാലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെയും ഇടപെടൽ. വിഷയത്തിൽ സിവിൽ സപ്ലൈസ് എംഡിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെല്ല് സംഭരിച്ചതിന്റെ തുക ഉടൻ കൈമാറാൻ നിർദ്ദേശം നൽകിയെന്നും കെട്ടിക്കിടക്കുന്ന നെല്ലുകൾ സംഭരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അനൂപ് ജേക്കബ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം ഇംപാക്ട്. ഇപ്പോൾ സംഭരിച്ചിരിക്കുന്ന നെല്ലിൻ്റെ വില എത്രയും വേഗം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനും ഒപ്പം തന്നെ സംഭരിക്കാൻ ബാക്കിയുള്ള നെല്ലുകൾ അത് പൂർത്തിയാക്കി എടുക്കുവാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നോക്കി റിപ്പോർട്ട് നൽകാൻ സപ്ലൈകോ എംഡിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണല്ലോ ഇത് എടുക്കുന്നത്. അപ്പോൾ എത്രയും വേഗം അതിനൊക്കെയുള്ള നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ തന്നെയാണ് ചേരുന്നത്. സച്ചിൻ, എന്തായാലും നമ്മൾ ഇന്നലെ കേട്ടതാണ് ഈ നെൽ കർഷകരുടെ ആശങ്കകളും അവരുടെ ദുരിതവും ഒക്കെ. എന്നാൽ അതിലിപ്പോൾ ഉടനടി ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് മലയാളം വാർത്തയിലൂടെ തന്നെ മന്ത്രി അവർക്ക് ഉറപ്പ് നൽകുന്നു. അപ്പോൾ മന്ത്രിയുടെ ഉറപ്പ് ഏത് രീതിയിലാണ്? അത് കർഷകർക്ക് എത്രമാത്രം ആശ്വാസകരമാണ്? തീർച്ചയായും കർഷകരുടെ കണ്ണീരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം ഇത്തരത്തിൽ വാർത്ത ചെയ്തത്. പ്രധാനമായും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി ടൺ കണക്കിന് നെല്ലാണ് സംഭരണത്തിൻ്റെ ഭാഗമായി സംഭരിച്ച നെല്ലുകളാണ് കെട്ടിക്കിടക്കുന്നത്. ആ നെല്ലിൻ്റെ സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃഷിമന്ത്രിയും ഇന്നിപ്പോൾ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബും ഇടപെട്ടിരിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരണം പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ അതൊരു പാളുന്ന സ്ഥിതിയിലേക്കെല്ലാം കടന്നിരുന്നു. അതിലാണ് ഇപ്പോൾ പുതിയ UDF സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. കാരണം സംസ്ഥാനത്ത് 955 കോടിയിലധികം രൂപയാണ് നിലവിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്ക് നൽകാനുള്ളത്. അതിലാണിപ്പോൾ കൃഷിമന്ത്രിക്ക് പിന്നാലെ സിവിൽ സപ്ലൈസ് മന്ത്രിയും ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും കർഷകരുടെ ദുരിതത്തിന് ബലം കാണുന്നു. പ്രധാനമായും മുഖ്യമന്ത്രിയെ ഈ വിഷയം, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ കൃഷിമന്ത്രി വ്യക്തമാക്കിയത്. ഇന്ന് സിവിൽ സപ്ലൈസ് മന്ത്രിയും അത്തരത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്തായാലും സിവിൽ സപ്ലൈസ് MDയോടും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സംഭരണം പൂർത്തീകരിക്കാനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നത് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസകരമാണ്. കാരണം പ്രധാനമായും ന്യൂസ് മലയാളമാണ് ഇത്തരത്തിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർഷകരുടെ ദുരിതം പൊതുമധ്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാരുടെ ഇടപെടലും ഉണ്ടായിരിക്കുന്നത്. ശരി സച്ചിൻ, എന്തായാലും ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് ഒരു ഇടപെടൽ ഉണ്ടാവുകയും കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്.